ഓം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സുഹൃത്തുക്കളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. പാലേലി ശ്രീ നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവീനാരായണീയം. ആ ദേവീനാരായണീയം എന്ന സ്തോത്രകാവ്യം, അതാണ് നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള അക്ഷരപൂജ അർപ്പിക്കുകയാണ് സ്തോത്രകാരൻ. ദേവീനാരായണീയത്തിലെ 1 മുതൽ 20 വരെയുള്ള ദശകങ്ങൾ, അതിലെ ആ ദശകങ്ങളിലെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം നാം മുൻപിലത്തെ പഠന ക്ലാസ്സിൽ അനുസ്മരിച്ചു. ഇന്ന് ദശകം 21 നന്ദസുതാവതാരം. ഇതിൽ 15 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഇന്ന് 1, 2, 3, 4, 5 ഈ 5 ശ്ലോകങ്ങൾ നമുക്ക് അനുസ്മരിക്കാം. എല്ലാവർക്കും ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരെയും വളരെ സ്നേഹത്തോടെ ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം, അതിനുശേഷം പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എല്ലാം നമുക്ക് ശ്രവിക്കാം. ശ്രീദേവി നാരായണീയം ദശകം 21 നന്ദസുതാവതാരം. പാരായണം. സർവേപി ജീവാ നിജ കർമ്മബദ്ധാ ഏതേ ഷഡാസൻ ദ്രുഹിണസ്യ പൗത്രാഃ ത്വന്നിന്ദയാ ദൈത്യകുലേ പ്രജാതാഃ പുനശ്ച ശപ്താ ജനകേന ദൈവാഃ. ശ്ലോകം 2. തേനൈവ തേ ശൗരിസുതത്വമാപ്താ ഹതാശ്ച കംസേന തു ജാതമാത്രാഃ ശ്രീനാരദേന ഋഷിവരേണ ദേവി ജ്ഞാതം പുരാവൃത്തമിദം സമസ്തം. ശ്ലോകം 3. പ്രാഗ്ദമ്പതി ചാദിതി കശ്യപൗഃ
സ്വകർമ്മദോഷേണ പുനശ്ച ജാതൗ തൗ ദേവകീശൂരസുതൗ സ്വപുത്രനാശാദിഭിർദുഃഖമവാപതുശ്ച. ശ്ലോകം 4. ത്വം ദേവകീ സപ്തമഗർഭതോ വൈ ഗൃഹ്ണന്ത്യനന്താം ശശിശം സ്വശക്ത്യാ നിവേശ്യ രോഹിണ്യുദരേ ധരണ്യാം മർത്യോ ഭവേത്യച്യുതമാദിശ്ച. ശ്ലോകം 5. പ്രാക് കർമ്മദോഷാത് സുഹൃന്മഘോനഃ ക്രുദ്ധേന ശബ്ദോ ഭൃഗുണാമുരാരിഃ ദയാർഹ സംസാരി ദശാമവാപ്സ്യൻ ഹാ ദേവകീ ഗർഭമദാവിവേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അടുത്തതായി നമുക്ക് ദശകം 21 ശ്ലോകം 1 പദച്ഛേദം നോക്കാം. പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എല്ലാം ശ്രവിക്കാം. ശ്ലോകം 1 പദച്ഛേദം. സർവേ അപി ജീവാഃ നിജകർമ്മബദ്ധാഃ ഏതേ ഷഡ് ആസൻ ദ്രുഹിണസ്യ പൗത്രാഃ ത്വന്നിന്ദയാ ദൈത്യകുലേ പ്രജാതാഃ പുനശ്ച ശബ്ദാഃ ജനകേന ദൈവാത്. അന്വയാർത്ഥം നോക്കാം. സർവേ ജീവാ അപിഹി, എല്ലാ ജീവന്മാരും, നിജകർമ്മബദ്ധാഃ സ്വന്തം കർമ്മങ്ങളാൽ ബദ്ധരാണ്. ഏതേഷൻ, ഈ 6 പേർ, ദ്രുഹിണസ്യ പൗത്രാഹ, ബ്രഹ്മാവിന്റെ പൗത്രന്മാർ, ആസൻ ആയിരുന്നു. ത്വന്നിന്ദയാ, ബ്രഹ്മാവിനെ നിന്ദിച്ചതിനാൽ ദൈത്യകുലേ പ്രജാതാഹ, അസുരവംശത്തില് ജനിച്ചു. പുനശ്ച ദൈവാൽ, വീണ്ടും വിധിബലത്താൽ, ജനകേന ശപ്താഹ, പിതാവിനാൽ ശപിക്കപ്പെട്ടു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. ദേവി, അതായത് ആ ജഗദംബ, ജഗജ്ജനനി ഒഴികെ മറ്റെല്ലാവരും കർമ്മത്തിന് അധീനരാണ്. ഇവിടെ സർവേ ജീവ അപിഹി, എല്ലാ ജീവന്മാരും നിജകർമ്മബദ്ധാഹ, അവരവരുടെ കർമ്മങ്ങൾ കൊണ്ട് ബദ്ധരാണ്. ഇതിനു മുമ്പ് പറഞ്ഞു 6 കുഞ്ഞുങ്ങൾ അല്ലേ, അവരുടെ കാര്യം പറഞ്ഞിരുന്നു. ഏതേ ഷഡ് ദ്രുഹിണസ്യ പൗത്രാഹ, സാക്ഷാൽ ബ്രഹ്മദേവന്റെ പൗത്രന്മാരായ ആ 6 പേര്. ത്വന്നിന്ദയ, ബ്രഹ്മാവിനെ തന്നെ നിന്ദിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദൈത്യകുലേ പ്രജാതാഹ, അസുരകുലത്തില് ജനിച്ചു എന്ന് മാത്രമല്ല, പുനശ്ച ദൈവാത് ജനകേന ശബ്ദാഹ, വീണ്ടും ആ വിധിബലം കൊണ്ട് തൻ്റെ അച്ഛനാൽ ശപിക്കപ്പെടുകയും ചെയ്തു. ദേവി മാത്രമേ ഉള്ളൂ കർമ്മത്തിന് അധീന അല്ലാത്തത്. ബാക്കി എല്ലാവരും കർമ്മത്തിന് അധീനരാണ്. ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എല്ലാവരും. ആ വിധിഫലത്താൽ മാത്രമാണ് ദേവകീ വസുദേവന്മാരുടെ 6 പുത്രന്മാർ ജാതമാത്ര, അവർ ജനിച്ച ഉടനെ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തത്. കാരണം എന്താ എന്ന് വെച്ചാൽ, അവരുടെ മുജ്ജന്മത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. എന്താണ് പറയണത്? സൃഷ്ടിയുടെ ആരംഭത്തില് ബ്രഹ്മാവിന്റെ പൗത്രന്മാരായ അവർ അദ്ദേഹത്തെ നിന്ദിച്ചു. ആ 6 പുത്രന്മാര്. എന്തിനാ ആ 6 പുത്രന്മാര് ബ്രഹ്മാവിനെ നിന്ദിച്ചത്? സരസ്വതിയുടെ പിറകെ കാമാവേശിതനായി ബ്രഹ്മാവ് പോകുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ അവർക്ക് എന്തായി? അവർക്ക് നാണമാവില്ലേ? അതായത് ബ്രഹ്മാവിന്റെ മകളാണല്ലോ സരസ്വതി ദേവി. ആ മകളുടെ പിറകെ പോകുന്നത് കണ്ടപ്പോഴാണ് അവര് ബ്രഹ്മാവിനെ കളിയാക്കിയത് അല്ലെങ്കിൽ നിന്ദിച്ചത്. ആ 6 പേർ
അതുകൊണ്ടാണ് അവരെ ബ്രഹ്മാവിനെ നിന്ദിച്ചത്. പക്ഷേ ബ്രഹ്മാവിന് എന്ത് പറ്റി? ബ്രഹ്മാവ് കുപിതനായി. എന്നിട്ടോ ആ 6 പേരെ ശപിച്ചു. ആ ശാപം കൊണ്ട് അവര് അസുരവംശത്തിൽ ജനിച്ചു, മരിക്കുകയും ചെയ്തു. എവിടെയാ അവര് ജനിച്ചത്? ഹിരണ്യകശിപു എന്ന അസുരന്റെ പുത്രന്മാരായിട്ടാണ് അവര് ജനിച്ചത്. അവര് ബ്രഹ്മാവിനെ തപസ് ചെയ്തു. നോക്കൂ, ഇവിടെ ബ്രഹ്മാവിനെ കളിയാക്കിയപ്പോൾ ആ 6 പേരെ ബ്രഹ്മാവ് ശപിച്ചു അല്ലേ? ബ്രഹ്മാവിന് ദേഷ്യം വന്നു കളിയാക്കിയപ്പോൾ. ആ 6 പേര് എവിടെയാണ് പിന്നെ ജനിച്ചത്? അസുരവംശത്തിലാണ് ജനിച്ചത്. എന്നിട്ട് മരിക്കുകയും ചെയ്തു. അവർ ജനിച്ചത് എവിടെയാ? ഹിരണ്യകശിപു എന്ന അസുരന്റെ പുത്രന്മാരായിട്ട് പിറന്നു. ആ ഹിരണ്യകശിപുവിന്റെ പുത്രന്മാരായിട്ട് പിറന്ന അവർ ആ 6 പേര് എന്താ ചെയ്തത്? ബ്രഹ്മാവിനെ തപസ് ചെയ്ത് സന്തോഷിപ്പിച്ചു. അപ്പോ ഇവരാരുടെ പുത്രന്മാരാണ്? ഹിരണ്യകശിപുവിന്റെ പുത്രന്മാരാണ് അല്ലെ? തന്റെ പുത്രന്മാര് തന്നെ ആശ്രയിക്കാതെ ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തായി? പിതാവായ ഹിരണ്യകശിപുവിന് അത് ഇഷ്ടമായില്ല, കോപമുണ്ടായി അദ്ദേഹത്തിന്. ഹിരണ്യകശിപു ആ പുത്രന്മാരെ ശപിച്ചു. എന്താണ് ശപിച്ചത്? നിങ്ങൾ ദേവകീ പുത്രന്മാരായി ജനിക്കട്ടെ. കണ്ടോ, ദേവകിയുടെ പുത്രന്മാരായിട്ട് 6 പേര് ജനിക്കുന്നുണ്ടല്ലോ. ജനിച്ച ഉടൻ തന്നെ കാലനേമി നിങ്ങളെ അടിച്ചു കൊല്ലട്ടെ, നിങ്ങളെ വധിക്കട്ടെ. ഇതായിരുന്നു ഹിരണ്യകശിപുവിന്റെ ശാപവചനം. ഇതൊക്കെ എന്താ? ഇതെല്ലാം വിധി വൈഭവമാണ് എന്ന് പറയുന്നു. അതാണ് ഈ 1-ാമത്തെ ശ്ലോകത്തില് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 2-ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. തേന ഏവ തേ ശൗരിസുതത്വം ആപ്താഹ ഹതാഹ ച കംസേന തു ജാത മാത്രാഹ ശ്രീനാരദേന ഋഷിവരേണ ദേവി ജ്ഞാതം പുരാവൃത്തം ഇദം സമസ്തം. ഇനി അന്വയാർത്ഥം നോക്കാം. തേന ഏവത്തെ, അതുകൊണ്ട് തന്നെയാണ് അവർ ശൗരീസുതത്വം ആപ്താഹ, വസുദേവപുത്രന്മാരായി തീർന്നത്. ഇവിടെ ഹിരണ്യകശിപു പുത്രന്മാരെ ജനിച്ചു അല്ലേ? ഹിരണ്യകശിപുവിന് ജനിച്ചപ്പോ ആ ഹിരണ്യകശിപുവിനെ ഈ പുത്രന്മാര് എന്താ ചെയ്തത്? ഹിരണ്യകശിപുവിന്റെ പുത്രന്മാരായിരുന്നു. പക്ഷെ അവരാരെയാണ് തപസ് ചെയ്തത്? ബ്രഹ്മാവിനെ അല്ലേ? അതുകൊണ്ടാണ് ഹിരണ്യകശിപുവിന് കോപം വന്നത്. അങ്ങനെയാണ് ശപിച്ചതും പുത്രന്മാരെ. അതുകൊണ്ട് തന്നെയാണ് അവർ ശൗരീസുതത്വമാപ്താഹ, വസുദേവപുത്രന്മാരായി തീർന്നത്. എന്നിട്ടോ ജാതമാത്രാഹാതു, ജനിച്ച ഉടൻ തന്നെ കംസേന ഹതാഹ, കംസനാൽ കൊല്ലപ്പെടുകയും ചെയ്തു. അല്ലയോ ദേവി, ഋഷിവരേണ, അതായത് ക്രാന്തദർശിയായ ശ്രീനാരദേന ഇതം, ശ്രീനാരദനാൽ ഈ പുരാവൃത്തം സമസ്തം, ഭഗവാനായി ദേവർഷിയായിട്ടുള്ള ശ്രീനാരദന് പഴയ സംഭവങ്ങളെല്ലാം അറിയപ്പെട്ടിരുന്നു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം പറയുകയാണെങ്കിൽ ഹിരണ്യകശിപുവിന്റെ ശാപത്താലാണ് ആ 6 പുത്രന്മാരും ദേവകി വസുദേവന്മാരുടെ പുത്രന്മാരായിട്ട് ജനിച്ചത് അല്ലേ? എന്നിട്ടോ ക്രാന്തദർശിയാണ് ശ്രീനാരദ മഹർഷി, ദേവർഷി. ഈ പുരാവൃത്തത്തെ എല്ലാം വേണ്ട പോലെ അറിയാവുന്ന ആളാണ്, അറിയപ്പെട്ടിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് വസുദേവപുത്രന്മാർ ആയി ആ 6 പുത്രന്മാർ ജാതരായത്. ജാതമാത്രാഹാതു, ജനിച്ച ഉടനെ തന്നെ കംസനാൽ അവരെല്ലാം കൊല്ലപ്പെടുകയും ചെയ്തു. ശ്രീ നാരദ മഹർഷിക്ക് ഇതെല്ലാം അറിയാം. ഹിരണ്യകശിപുവിന്റെ ശാപം കൊണ്ടാണ് ഈ 6 പേർ ദേവകി വസുദേവ പുത്രന്മാരായിട്ട് പിറന്നത് എന്നും കംസനാൽ കൊല്ലപ്പെട്ടത് എന്നും. പഴയ കാലനേമിയാണ് ഈ കംസൻ. ഇവിടെ ഇതാ വീണ്ടും തൻ്റെ പ്രാരബ്ധം തീരാനായിട്ട് ഇതാ വന്നിരിക്കുകയാണ്. ഹിരണ്യകശിപുവിനാൽ ശപിക്കപ്പെട്ടു. ഈ പുരാവൃത്തങ്ങളൊക്കെ ശ്രീനാരദൻ അറിയാമായിരുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ദേവർഷിയായ ആ ശ്രീനാരദ മഹർഷി കംസനോട് ചിലതെല്ലാം പറഞ്ഞത്. ആ ഋഷിവര്യൻ
പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതെല്ലാം സത്യമാണ്, അസത്യമല്ല. അദ്ദേഹം അസത്യം പറയില്ല. ആത്മജ്ഞാനിയാണ്. വേദവ്യാസന്റെ ഗുരുവായ ആ ഭക്തവര്യൻ ഒരിക്കലും അസത്യം പറയാറില്ല, ഒരിക്കലും ഹിംസയെ പ്രോത്സാഹിപ്പിക്കാറും ഇല്ല. വേദവ്യാസന് ഭാഗവതം രചിക്കാനുള്ള അനുഗ്രഹം കൊടുത്തത് ആരാണ്? ഈ ദേവർഷിയായ ശ്രീനാരദ മഹർഷി തന്നെയാണ്, അല്ലേ? അപ്പോ ഇവിടെ ഒരു സംശയം വരുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ്? നാരദ കൗതുകപ്രേക്ഷി സർവദാ കലഹപ്രിയ എന്ന് ദേവീ ഭാഗവത മൂലത്തിലാണ് ഇത് പറയുന്നത്. നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാ വായിക്കുക? സർവദാ കലഹപ്രിയ എന്ന്, അല്ലെ? അങ്ങനെ നമുക്ക് വിചാരിക്കാം, അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. സർവദാ കലഹപ്രിയ, എപ്പോഴും എല്ലായ്പ്പോഴും കലഹപ്രിയനും കൗതുകപ്രേക്ഷിയുമാണ് നാരദൻ എന്നല്ലേ ഇതിനർത്ഥം വരിക? എന്നാൽ അതല്ല. പദം പിരിക്കേണ്ടത് സർവദാ കലഹപ്രിയ എന്നല്ല, മറിച്ച് സർവദാ അകലഹപ്രിയ എന്നാണ്. കലഹത്തില് താല്പര്യം ഇല്ലാത്തവൻ, എപ്പോഴും കൗതുകപ്രേക്ഷി. ഋഷിവര്യൻ ആയ ശ്രീനാരദൻ കൗതുകത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ താല്പര്യത്തോടു കൂടി കാണാൻ ആഗ്രഹമുള്ള ആളാണ് എന്ന് തന്നെയാണ് ഈ മൂലശ്ലോകത്തിന് അർത്ഥം. അങ്ങനെയാണ് ഇവിടെ ശ്രീ പാലേലി വർണ്ണിച്ചു തരുന്നത് നമുക്ക്. വേദവ്യാസൻ തൻ്റെ ഗുരുവായ ശ്രീനാരദനെ ഒരിക്കലും കലഹപ്രിയൻ എന്ന് വിശേഷിപ്പിക്കുകയില്ല. എങ്കിൽ ഒരു സംശയം കൂടി അവിടെ ഇതാ വരണു. എന്താണ്? അദ്ദേഹം ഒരു കൗതുകപ്രേക്ഷിയുമാണ്. എന്താണ് അദ്ദേഹത്തിന്റെ കൗതുകം? ആ നാരദന്റെ കൗതുകം എന്താണ്? എന്ത് കാണാനാണ് അദ്ദേഹത്തിന് കൗതുകം? അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിന് താല്പര്യം? ഇവിടെ സൃഷ്ടി മുതൽ പ്രളയം വരെ ഭഗവതിയുടെ ലീലാവിലാസങ്ങളാണ്. ആ ഭഗവതിയുടെ നാടകങ്ങൾ, ആ ഭഗവതിയുടെ ഭൂഭാരനാശനം എന്ന ഭഗവതിയുടെ നാടകം, അത് ഈ ലീലാരസം അത് വേണ്ട പോലെ ആസ്വദിക്കുന്ന, കൗതുകത്തോടുകൂടി കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മോഹിക്കുന്ന മഹാത്മാവാണ് ശ്രീനാരദ മഹർഷി. ദേവി ഭാഗവതം 4-ാം സ്കന്ധം 22-ാം അധ്യായത്തില് ഇവിടെ ദേവികി പുത്രന്മാർ 6 പേര് കൊല്ലപ്പെട്ടുവല്ലോ. അവരുടെ ആ കഥ, ആ 6 പേരുടെ കഥ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 3 പദച്ഛേദം നോക്കാം. പ്രാഗ് ദമ്പതി ച അദിതി കശ്യപൗ ഹാ സ്വകർമ്മദോഷേണ പുനഃ ച ജാതൗ തൗ ദേവകീശുരസുതൗ സ്വപുത്രനാശാദിഭിः ദുഃഖം അവാപതുഹു ച. അന്വയം നോക്കാം. പ്രാഗ്ദമ്പതി ച, അതായത് പണ്ട് ദമ്പതിമാരായിരുന്ന അദിതി കശ്യപം, അദിതിയും കശ്യപനും, സ്വകർമ്മദോഷേണ, സ്വന്തം കർമ്മദോഷത്താൽ, പുനഃ ച ജാതൗ, വീണ്ടും അവരുടെ കർമ്മദോഷം കൊണ്ട് വീണ്ടും ജനിച്ചു. തൗ ദേവകീശുരസുതൗ, അവരാണ് ദേവകിയും ശുര എന്ന് വെച്ചാൽ ആ വസുദേവര്, ദേവകി വസുദേവന്മാര്, അവരാണ് ഈ ദേവകി വസുദേവന്മാർ. ആദ്യം അവരാരായിരുന്നു? അദിതി കശ്യപം, അവരാ തന്നെയാണ് ദേവകി വസുദേവന്മാര്. സ്വപുത്രനാശാദിഭിഹി, പുത്രനാശം മുതലായവയാൽ ദുഃഖം അവാപതുഹു ച, അവർ ദുഃഖിക്കുകയും ചെയ്തു. അഹോ കഷ്ടം. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ദേവകി വസുദേവന്മാരുടെ പൂർവകഥ ഈ ശ്ലോകത്തില് പറയുകയാണ്. ദേവകി വസുദേവന്മാര് പണ്ട് അദിതി കശ്യപന്മാര്, അങ്ങനെ ആ ദമ്പതിമാരായിരുന്നു. സ്വന്തം കർമ്മത്തിന്റെ ദോഷത്താൽ അവർ വീണ്ടും പിറന്നു. എങ്ങനെ? തൗ ദേവകീശൂരസുതം, അവരാണ് ദേവകി വസുദേവന്മാര്. സ്വപുത്രനാശാദി, പുത്രനാശം മുതലായവാൽ അവര് ഒരുപാട് ദുഃഖം, വളരെയേറെ ദുഃഖം അനുഭവിച്ചു. മുജ്ജന്മത്തില്
പൃശ്നി സുതപസ് ആയിരുന്നു ഇവര്. അവര് തന്നെയാണ് അതിഥി കശ്യപന്മാരായിട്ട് ജനിച്ചത്. ഇനി ദുഷ്കർമ്മം ചെയ്തത് കൊണ്ട് കശ്യപൻ യജ്ഞാർത്ഥമായി വരുണന്റെ, ഇവര് ഈ അതിഥി കശ്യപന്മാരായിട്ട് ജനിച്ചത് എന്തുകൊണ്ടാണ്? ദുഷ്കർമ്മം ചെയ്തത് കൊണ്ടാണ്. എന്താണ് അവര് ദുഷ്കർമ്മം ചെയ്തിരിക്കുന്നത്? കശ്യപൻ യജ്ഞാർത്ഥമായി വരുണന്റെ പശുവിനെ മോഷ്ടിച്ചു. എന്നിട്ടോ വരുണൻ ചെന്ന് അവരോട് ചോദിച്ചപ്പോ തിരിച്ചും കൊടുത്തില്ല. വരുണന് കോപം ഉണ്ടായി എന്ന് മാത്രമല്ല, വരുണൻ ശപിച്ചു. എന്താണ് ശപിച്ചത്? കശ്യപനെ ശപിക്കുകയാണ്, ഭൂമിയില് അങ്ങ് മനുഷ്യനായി പിറന്ന് ഗോപാലനായി തീരട്ടെ, പത്നിമാരൊക്കെ ഭൂമിയിലേക്കും പോകട്ടെ. എന്റെ പശുക്കിടാവ് തള്ളപ്പശുവിനെ കാണാതെ തിരയുകയാണ്. അതുകൊണ്ട് കശ്യപനും അതിഥിക്കും പുത്രനാശ ദുഃഖം അനുഭവിക്കുവാൻ ഇടവരട്ടെ. ഇരുവരും കാരാഗൃഹത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ഇങ്ങനെയുള്ള പല പല ശാപങ്ങളും ഉണ്ടായി എന്ന് ഇവിടെ പ്രത്യേകിച്ച് സൂചിപ്പിക്കുകയാണ്. വരുണൻ ശപിച്ച ശേഷം, വരുണൻ ശപിച്ചല്ലോ, ബ്രഹ്മാവിനെ സമീപിച്ചു. അവിടെ ബ്രഹ്മാവിനെയൊക്കെ സമീപിച്ച് വിവരങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തു. കശ്യപനെ ഇങ്ങനെ ഇവിടെ ശപിക്കുകയാണല്ലോ ചെയ്തിരിക്കുന്നത്. ഭൂമിയിലെ മനുഷ്യനായിട്ട് പിറക്കണം, പത്നിമാരും ഭൂമിയിലേക്ക് വേണം, ഭൂമിയിലെ വരുണനാണ് ശപിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്ത്? ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മാവ് കശ്യപനെ വിളിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, മറ്റു പലർക്കും എന്ന പോലെ കശ്യപ, നിനക്കും ഈ അത്യാഗ്രഹം, അതായത് ലോഭം ഉണ്ട്. നീ പാപം ചെയ്തു. നീ പത്നിമാരും ഒത്ത് യദുവംശത്തിൽ പിറക്കണം. ഇങ്ങനെ വരുണന്റെയും ബ്രഹ്മാവിന്റെയും ഒക്കെ ശാപം കാരണം കശ്യപൻ യദുവംശത്തില് വസുദേവനായിട്ട് പിറക്കുകയും ചെയ്തു. വരുണശാപം മൂലം പുത്രനാശ ദുഃഖവും ഉണ്ടായി. കാരാഗൃഹത്തിൽ ബന്ധിക്കപ്പെടുകയും ചെയ്തു. അന്നത്തെ അതിഥി ദേവകിയായി. അതിഥിയുടെ സഹോദരിയും സപത്നിയുമായിരുന്നു ദിതി. അല്ലെ, പറയുന്നുണ്ടല്ലോ, അതിഥിയുടെ സപത്നിയാണ് ദിതി. അതിഥി, ദിതി രണ്ടാളും കശ്യപന്റെ പത്നിമാരാണ്. അതിഥിയുടെ സഹോദരിയാണ്, സപത്നിയുമാണ് ദിതി. അതിഥിയുടെ പുത്രനായ ഇന്ദ്രന് സമാനമായിട്ടൊരു പുത്രൻ തനിക്കും ജനിക്കണം എന്ന് ആരാഗ്രഹിച്ചു? ദിതി ആഗ്രഹിച്ചു. അതിനുവേണ്ടി എന്താ ചെയ്തത്? ദിതി തന്റെ ഭർത്താവായ കശ്യപനിൽ നിന്ന് മന്ത്രോപദേശമൊക്കെ വാങ്ങി വ്രതം അനുഷ്ഠിക്കുവാനും തുടങ്ങി. ആ വ്രതത്തിന്റെ പേരെന്താണ്? പയോവ്രതം എന്നാണ് ആ വ്രതത്തിന്റെ പേര്. തന്റെ പുത്രന് സമാനമായി ദിതിക്കൊരു പുത്രൻ ജനിക്കും എന്നറിഞ്ഞു ആര്? അതിഥി. അപ്പോൾ എന്തായി? അതിഥിക്ക് അസൂയ ഉണ്ടായി. ആ ഗർഭം കലക്കിക്കളയണം. അതിന് ആരെയാണ് കണ്ടത്? അതിഥി ഇന്ദ്രനാണ് നിർദ്ദേശം കൊടുത്തത് ആ ഗർഭത്തെ കലക്കിക്കളയുവാൻ. ഇന്ദ്രൻ എന്താ ചെയ്തത്? ഇന്ദ്രൻ ദിതിയെ സമീപിച്ച് വളരെ വിശ്വസ്തനായ ഒരു ശുശ്രൂഷകനൊക്കെയായി, അല്ലെങ്കിൽ ഒരു പരിചാരകനൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ കഴിഞ്ഞു. അവസാനം സമയം, സന്ദർഭം അതൊക്കെ ലഭിച്ചു. ഉറങ്ങുന്ന സമയം. എന്നിട്ടോ ആ ഉറങ്ങുന്ന സമയം, ഉറങ്ങുന്ന വേളയിൽ, അതായത് ദിതി ഉറങ്ങുകയാണ്, ആ വേളയിൽ തൻ്റെ യോഗശക്തി കൊണ്ട് ഗർഭപാത്രത്തിൽ കയറി ഗർഭസ്ഥ ശിശുവിനെ വെട്ടി നുറുക്കി 49 കഷ്ണങ്ങളാക്കി മാറ്റി ഇന്ദ്രൻ. അത് 7 കുമാരന്മാരായിട്ട് വന്നു. ദിതി ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ദിതി ഇന്ദ്രമുഖത്തു നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. തൻ്റെ സപത്നിയായ അതിഥിയെ അവിടെയും ദിതി ശപിച്ചു. എങ്ങനെയാ ശപിച്ചത്? എനിക്കുണ്ടായ പോലെ അതിഥിക്കും പുത്രനാശ ദുഃഖം ഉണ്ടാവട്ടെ. ആ അതിഥിയുടെ അംശമാണ് ഇപ്പോൾ ദേവകി വസുദേവന്മാരിലെ ദേവകി. ദേവകിയുടെ പുത്രനാശത്തിന് കാരണം ഈ സ്വകർമ്മദോഷമാണ് എന്ന് സർവവിത്തായ ശ്രീ നാരദ മഹർഷി മനസ്സിലാക്കിയിട്ടുണ്ട്. ഭ്രാന്തദർശിയാണ്, അദ്ദേഹത്തിന് എല്ലാം അറിയാം, ദേവർഷിയാണ്. അങ്ങനെ ദേവകി വസുദേവന്മാർക്ക് ലഭിച്ച പൂർവശാപ കഥകൾ
ദേവി ഭാഗവതത്തിലെ 4-ാമത്തെ സ്കന്ധം 3-ാം അധ്യായം ആ കഥകളെ ഒന്നിവിടെ അനുസ്മരിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഒന്ന് സ്പർശിച്ചു കൊണ്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ശ്ലോകത്തിലൂടെ ശ്രീ പാലേലി വർണ്ണിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 4, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം. ത്വം ദേവകീ സപ്തമഗർഭതഃ വൈ ഗൃഹ്ണന്തി അനന്താംശശിശും സ്വശക്ത്യാ നിവേശ്യ രോഹിണീ ഉദരേ ധരണ്യാം മർത്യഃ ഭവ ഇതി അച്യുതം ആദിശഃ ച. അന്വയാർത്ഥം നോക്കാം. അന്വയാർത്ഥം ത്വം വൈ, അവിടുന്ന് തന്നെ. ആരാണ്? ഭഗവതി ദേവി തന്നെ. ദേവകീ സപ്തമഗർഭത, ദേവകിയുടെ 7-ാമത്തെ ഗർഭത്തിൽ നിന്ന് അനന്താംശ ശിശു, അനന്തന്റെ അംശമായ ആ ശിശുവിനെ സ്വശക്ത്യാ ഗൃഹണന്തി, സ്വന്തം ശക്തി കൊണ്ട് അടർത്തിയെടുത്ത് രോഹിണ്യുദരേ നിവേശ്യ, രോഹിണിയുടെ ഉദരത്തില് നിവേശിപ്പിച്ചു. ധരണ്യ, ഭൂമിയില് മർത്യഃ ഭവ, അങ്ങ് മനുഷ്യനായി പിറക്കണം. ഇതി അച്യുതം, എന്നിങ്ങനെ വിഷ്ണുവിനോട് ആദിശഃ ച നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം പറയുകയാണെങ്കിൽ, ദേവകിയുടെ 6 പുത്രന്മാര് അല്ലെ, സ്വന്തം കർമ്മദോഷം മൂലം ആ 6 പുത്രന്മാരും കംസനാൽ കൊല്ലപ്പെട്ട കഥ മുമ്പ് പറഞ്ഞു. ഇവിടെ പറയണു, ത്വം വൈ, അവിടുന്ന് അച്യുതനോട് മനുഷ്യനായിട്ട് പിറക്കാൻ നിർദ്ദേശിക്കുകയാണ്. ആര്? അല്ലയോ ഭഗവതി, ദേവിയാണത് പറയണത്. ദേവകീ സപ്തമഗർഭത, ദേവകിയുടെ 7-ാമത്തെ ഗർഭത്തിൽ നിന്ന് അനന്താംശ ശിശും, അനന്തന്റെ അംശമായിരിക്കുന്ന ആ ശിശുവിനെ സ്വന്തം ശക്തി കൊണ്ട് ദേവി സ്വശക്തി കൊണ്ട് എടുത്ത് രോഹിണിയുടെ ഉദരത്തിലേക്ക് ചേർത്ത് വെച്ചു. ഭൂമിയിൽ മനുഷ്യനായി പിറക്കണം അങ്ങ് എന്ന് വിഷ്ണുവിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. കാരാഗൃഹത്തിൽ വെച്ച് ദേവിക്ക് 7-ാമതും ഗർഭം ധരിച്ചു. ജഗദംബയായ ദേവി അതെന്താ ചെയ്തത്? ആരും അറിയാതെ ദേവികയുടെ 7-ാമത്തെ ഗർഭത്തെ സ്വന്തം ശക്തി കൊണ്ടെടുത്ത് രോഹിണിയുടെ ഉദരത്തിലേക്ക് ചേർത്ത് വെച്ചു. ആരാണ് രോഹിണി? വസുദേവരുടെ വേറൊരു പത്നിയാണ് രോഹിണി. ആ രോഹിണിയുടെ ഉദരത്തിലേക്കാണ് നിക്ഷേപിച്ചത് ഈ അനന്തന്റെ അംശം, അങ്ങനെയുള്ള ആ ശിശു. പിന്നീട് മഹാവിഷ്ണുവിന് ദേവി നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്താണ്? ഭൂമിയില് മനുഷ്യനായി അങ്ങ് ജനിക്കണം എന്ന്. അതിന് പറ്റിയ പൂർവദോഷങ്ങള് വിഷ്ണുവിനും ഉണ്ട് എന്നാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കണം, അതിന് പറ്റിയ ആ പൂർവദോഷങ്ങളൊക്കെ വിഷ്ണുവിനുണ്ട് എന്നാണ് പറയണത് 4-ാമത്തെ ശ്ലോകത്തിലൂടെ. അടുത്ത 5-ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നമുക്ക് നോക്കാം. പദച്ഛേദം: പ്രാഗ് കർമ്മദോഷാത് സഹ സുഹൃൻ മഖോനഃ ക്രുദ്ധേന ശക്തഃ ഭൃഗുണ മുരാരിഹി ദയാർഹ സംസാരി ദശാം അവാപ്സ്യൻ ഹാ ദേവകീ ഗർഭം അഥ ആവിവേശ. അന്വയം നോക്കാം. മഖോനഃ സുഹൃത്. ആരാണ് മഖോന? ഇന്ദ്രൻ. സുഹൃത്ത്, ഇന്ദ്രന്റെ സുഹൃത്തായ. ആരാണ് ഇന്ദ്രന്റെ സുഹൃത്ത്? സഹാമുരാരി, ആ ഭഗവാൻ വിഷ്ണു തന്നെ. പ്രാകർമ്മദോഷാത്, പണ്ട് സ്വന്തം കർമ്മദോഷത്താൽ ക്രുദ്ധേന ഭൃഗുണ ശക്ത, ക്രുദ്ധനായ ഭൃഗുവിനാൽ ശപിക്കപ്പെട്ടു. ദയാർഹ സംസാരി ദശാം, ദയാർഹനായ സംസാരിയുടെ അവസ്ഥയെ അവാപ്സ്യൻ, പ്രാപിക്കാൻ വേണ്ടി അധ ദേവകീ ഗർഭം, ദേവകീ ഗർഭത്തില് ആവിവേശ, ആവേശിച്ചു, ദേവകിയുടെ ഗർഭത്തിൽ ആവേശിച്ചു. കഷ്ടം. അതായത് ഇന്ദ്രന്റെ സുഹൃത്താണ് വിഷ്ണു അല്ലെ. മഖോനഹ സുഹൃത്ത്, മഖോനൻ
ഇന്ദ്രൻ വിഷ്ണു മുമ്പ് ചെയ്ത കർമ്മദോഷം കൊണ്ട് ക്രുദ്ധേണ ഭൃഗുണാസക്തഃ, ക്രുദ്ധനായ ഭൃഗുവിനാൽ ശപിക്കപ്പെട്ടു. ദയാർഹനായ സംസാരിയുടെ അവസ്ഥയെ അവാപ്സ്യൻ, പ്രാപിക്കാൻ വേണ്ടി ഈ വിഷ്ണു എന്താ ചെയ്തത്? ദേവകിയുടെ ഗർഭത്തില് ആവിവേശ. ഇന്ദ്രന്റെ സുഹൃത്തായ മഹാവിഷ്ണു ദേവാസുര യുദ്ധം നടക്കുമ്പോഴൊക്കെ അദ്ദേഹം ആരുടെ കൂടെയാണ് ഉണ്ടാവുക? ഇന്ദ്രന്റെ കൂടെയാണ്, ദേവന്മാരുടെ കൂടെയാണ്. അങ്ങനെയാണ് പതിവ്. ഒരു ഘട്ടത്തിൽ ശുക്രാചാര്യർക്ക് തോന്നി തൻ്റെ ശിഷ്യന്മാരായ അസുരരെ അജയ്യന്മാരാക്കണം എന്ന്. അതിനുവേണ്ടി അവരെന്താ ചെയ്തത്? ശിവനെ തപസ് ചെയ്തു. ഈ സമയത്ത് അസുരന്മാരുടെ സംരക്ഷണം ശുക്രാചാര്യരുടെ അമ്മ ഭൃഗു മഹർഷിയുടെ പത്നി. അപ്പൊ ഈ അസുരന്മാരുടെയൊക്കെ സംരക്ഷണം ഭൃഗു മഹർഷിയുടെ പത്നിയെയാണ് ഏറ്റിരുന്നത്. ശുക്രാചാര്യരുടെ അമ്മയാണ്. അപ്പോ ദേവന്മാര് അസുരന്മാരെ ആക്രമിക്കുവാൻ എത്തി. ഭൃഗുപത്നി എന്താ ചെയ്ത്? ഭൃഗുപത്നിക്ക് പാതിവ്രത്യമുണ്ട്. അപ്പോ ആ ഭൃഗുപത്നി തൻ്റെ പാതിവ്രത്യം കൊണ്ട്, ആ തപസ്സുകൊണ്ട്, നല്ല തപസ്സൊക്കെ ചെയ്യുന്നതാണ്, ദേവന്മാരെ ജയിച്ചു. അങ്ങനെ ഭൃഗുപത്നി ജീവിച്ചിരിക്കുന്ന കാലത്തോളം തങ്ങൾക്ക് ജയം ഉണ്ടാവില്ല എന്ന് കരുതി. ആര്? ദേവേന്ദ്രൻ. അതുകൊണ്ട് ആ ദേവേന്ദ്രൻ വിഷ്ണുവിനെ സമീപിച്ചു. ഇന്ദ്രന്റെ അപേക്ഷ പ്രകാരം വിഷ്ണു എന്താ ചെയ്തത്? ഭൃഗുപത്നിയെ വെട്ടിക്കൊന്നു. ഭൃഗുവിന്റെ പത്നിയെ വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്തു. വിഷ്ണുവിനെ ശപിക്കുകയും ചെയ്തു. നോക്കൂ, എത്ര നല്ലൊരു കാര്യം. അതായത് ഭൃഗുപത്നി ജീവിച്ചിരിക്കുന്ന കാലത്തോളം അസുരന്മാരെ തോൽപ്പിക്കാനാവില്ലെന്ന് ആർക്ക് ബോധ്യപ്പെട്ടു? ദേവന്മാർക്ക് ബോധ്യപ്പെട്ടു, അല്ലേ? എന്നിട്ട് ഇന്ദ്രന്റെ അപേക്ഷ പ്രകാരം വിഷ്ണു എന്താ ചെയ്തത്? ഭൃഗുപത്നിയെ വെട്ടിക്കൊന്നു. അപ്പോ ഭൃഗു മഹർഷി തന്റെ പത്നിയെ വീണ്ടും ജീവിപ്പിച്ചു. ഭൃഗു മഹർഷിയല്ലേ ജീവിപ്പിച്ചു. വിഷ്ണുവിനെ ശപിക്കുകയും ചെയ്തു. എങ്ങനെയാണ്? എന്താണ് ഭൃഗു മഹർഷി വിഷ്ണുവിനെ ശപിച്ചത്? അങ്ങ് പല യോനികളിൽ ജനിച്ച് മരിച്ച് സംസാര ദുഃഖം അനുഭവിക്കും. ഇതാണ് ഭൃഗുവിന്റെ ശാപം. ഭൃഗുവിന്റെ ഈ ശാപം കൊണ്ടാണ് ഭഗവാൻ മത്സ്യക്കൂർമാദികളായ അവതാരങ്ങളൊക്കെ എടുത്ത് അനേകം യോനികളിൽ ജനിക്കേണ്ടതായിട്ട് വന്നത്. ദശരഥപുത്രനായിട്ട് ജനിച്ചു, അല്ലേ? അദ്ദേഹം അധികം ദുഃഖമൊക്കെ അനുഭവിച്ചു. മർത്യാവതാരത്യഹ മർത്യരക്ഷണം, മർത്യരക്ഷയ്ക്ക് വേണ്ടി ആണ്. എങ്കിലും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു. ദേവകീപുത്രനായിട്ട് ജനിച്ച് ദുഃഖം അനുഭവിക്കാൻ പോവുകയാണ് ഇനി. അതിനുവേണ്ടി അദ്ദേഹം ദേവകീ ഗർഭത്തിലേക്ക് ആവേശിച്ചു. സ്വന്തം കർമ്മഫലം അനുഭവിക്കാതെ രക്ഷപ്പെടാൻ ആർക്കും ആവില്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ദേവി ഭാഗവതം 4-ാം സ്കന്ധം 12-ാം അധ്യായത്തിലെ ഒരു കഥയാണ് ഇവിടെയും. ഭൃഗു മഹർഷി വിഷ്ണുവിനെ ശപിച്ചു എന്ന് പറഞ്ഞ് ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി അതിനെ സംഗ്രഹിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ 5-ാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരമാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം, ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ കൃഷ്ണ.